ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവത്തിന്റെ ശക്തിയേ, ദൈവത്തിന്റെ സ്നേഹമേ, കർത്താവേ, എന്നിലെ വരൾച്ചയിലേക്ക്, ഉണങ്ങിപ്പോയ അവസ്ഥകളിലേക്ക്, നിരാശപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, 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 മഴ പോലെ പെയ്യണേ പരിശുദ്ധാത്മാവേ. ഉണങ്ങി വരേണ്ട ഭൂമിയിൽ, മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ, വേനൽക്കാലത്ത് മഴ പെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവേ, ഉറവുകൾ വറ്റിയിരിക്കുക, ഭൂമി മുഴുവൻ വരണ്ടു പോയിരിക്കുക. പരിശുദ്ധാത്മാവ് പച്ചപ്പില്ല. ദൈവമേ, അത് മഴ പെയ്യിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ മഴ പെയ്യിക്കണേ പരിശുദ്ധാത്മാവേ. കോവിഡിന്റെ ദുരന്തങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ജീവിത പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും രോഗപീഠകളും ഒക്കെ കർത്താവേ വല്ലാതെ തകർത്ത് കളയുന്നു, വല്ലാതെ തളർത്തി കളയുന്നു പരിശുദ്ധാത്മാവേ. വല്ലാതെ വരണ്ടു പോകുന്നു ജീവിതങ്ങൾ, പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുക പരിശുദ്ധാത്മാവേ. ഇനിയൊരു വിളവുണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടെ പരിശുദ്ധാത്മാവേ. ഇനിയൊരു മഴ പെയ്യുമോ എന്ന് അറിയില്ല പരിശുദ്ധാത്മാവേ. ഇനി നദികളിൽ വീണ്ടും വെള്ളമുണ്ടാകുമോ എന്ന് അറിയില്ല പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിനക്ക് മാത്രം അറിയാമല്ലോ. നീ പെയ്തിറങ്ങിയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പച്ചപ്പുണ്ടാവും, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നനവുണ്ടാവും, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അഭിഷേകമുണ്ടാവും, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവുണ്ടാവും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പാടി പ്രാർത്ഥിച്ചു. നിന്റെ ജീവിതത്തെ മാറ്റും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിനാവ് നിന്നെ കത്തിക്കും, പരിശുദ്ധാത്മാവിന്റെ അഗ്നിനാവ് നിന്നെ പ്രകാശിപ്പിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉജ്ജ്വലിപ്പിക്കും, കൊടുങ്കാറ്റ് നിന്നെ പുതിയ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ സകല മക്കളുടെ മേലും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന, ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കള്, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ ഇരിക്കുന്നവര്, വിവിധ രാജ്യങ്ങളില്, വിവിധ ദേശങ്ങളില്, വിവിധ നിയോഗങ്ങളുമായിരിക്കുന്നവര്, തളർന്നു പോയവര്, തകർന്നു പോയവര്, നിരാശപ്പെട്ടിരിക്കുന്നവര്, പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, 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 ആത്മാവേ. പ്രിയ ദൈവമക്കളെ, നവംബർ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച, ഇന്ന് നവംബർ 2, സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാൾ ദിവസമായിന്ന്. നമ്മളെയൊക്കെ നമ്മളാക്കിയ, നമ്മളെയൊക്കെ വളർത്തിയ, നമ്മളെയൊക്കെ സ്നേഹിച്ച, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ അവസ്ഥയിലാകുന്നതിന് കാരണമായി കുറച്ചു പേര് ഇന്ന് സ്വർഗത്തിലാണ്. പരിശുദ്ധ പാപ്പാമാരുണ്ട് സഭയെ സംബന്ധിച്ച്, വിശുദ്ധരായ മാർപ്പാപ്പമാര്, എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീർന്നവര്, വിശുദ്ധരായ മെത്രാന്മാര്, സ്വർഗസന്നിധിയിലാണ് അവർ എല്ലാവരും. ഇതാ വിശുദ്ധരായ വൈദികര്, ഒരുപക്ഷെ ജ്ഞാനസ്നാനം തന്ന വൈദികനും, നിങ്ങളുടെ വിവാഹം നടത്തി തന്ന വൈദികനും, ആദ്യ കുമ്പസാരം കേട്ട വൈദികനുമൊക്കെ ഇന്ന് സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ ഒരു വലിയ സമൂഹമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ജന്മം തന്ന മാതാപിതാക്കള് ഇന്ന് ഈ ഭൂമിയിലില്ല, അവർ സ്വർഗത്തിലായിരിക്കും. അവര് മരിച്ചു കടന്നു പോയവരാ. നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ തന്നെ രക്തമായ സഹോദരങ്ങള്, ഒരുപക്ഷെ നീ ജന്മം കൊടുത്ത നിന്റെ കുഞ്ഞ് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. നീ ഒരുപാട് സ്നേഹിച്ച നിന്റെ ജീവിത പങ്കാളി നിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവില്ല. ദൈവ പൈതലെ, കണ്ണീരോടെ അർപ്പിക്കപ്പെടേണ്ട ബലിയായി ഇത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവരും അല്ല, നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവരും അല്ല, നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് പോയ എല്ലാവരും, അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച മക്കളെ, വലിയ കൃപയില്ലേ. പൂർവ്വപിതാക്കളെ ഒന്ന് അനുസ്മരിച്ച് ഇന്ന് ഈ ആൾക്കാരിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ പൂർവ്വപിതാക്കളുടെ അഭിഷേകമെന്ന് ഞാൻ പറയും. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പൂർവ്വപിതാക്കളുടെ കഥകൾ പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഞെരുങ്ങിയവര്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയവര്, തളർന്നു പോകാതിരുന്നവര്, തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ചവര്, ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചവര്, പട്ടിണിയിരുന്നവര്, ഒരുപാട് പേരുടെ വേദനകളും ദുഃഖങ്ങളും അവർ ഈ ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഞാനും നിങ്ങളുമൊക്കെ തഴച്ചു വളരുവാൻ അവർ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരൊക്കെ ഓർത്തെ, നമ്മുടെ മാതാപിതാക്കൾ
കുടുംബാംഗങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും മരിച്ചുപോയവരുടെ ഒക്കെ പേരുകൾ പറഞ്ഞപ്പോൾ അനുസ്മരിച്ചോളുക. ഈ തിരുബലി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവര് മരിച്ചകന്നു പോയ സകലർക്കും വേണ്ടി ഈ തിരുബലി അർപ്പിക്കുന്നു. ഒപ്പം അവരുടെ വിയോഗത്തിൽ ദുഃഖിച്ചു കഴിയുന്നവരും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഈ തിരുബലി ഇപ്പോൾ അർപ്പിക്കപ്പെടാൻ പോവുക. ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗ്ഗവും ഭൂമിയും ഒന്നു ചേരുന്ന വിശുദ്ധ നിമിഷമാണ് പരിശുദ്ധ തിരുബലിയുടെ നിമിഷം. സ്വർഗ്ഗത്തിലിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ തിരുബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുബലി അർപ്പിക്കാം. ഒന്ന് ചേർന്നത് സ്തുതിച്ചാലോ. സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ മുഴങ്ങുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ ആമേൻ പറയുന്നുണ്ട്. നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ പറഞ്ഞ് സ്വർഗ്ഗവാസികളോട് ചേർന്ന് ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ സ്വരവും ഭൂമിയുടെ സ്വരവും ഈ സമയത്ത് ഒന്നായി തീരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്വർഗ്ഗത്തിലായിരിക്കുന്നവരുടെ സ്വരവും ഈ ആലയത്തിൽ ഈ തിരുബലിയിൽ ഭവനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന നമ്മുടെ സ്വരവും ഒന്നായി തീരട്ടെ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ദൈവമക്കളെ, വിജയിച്ചവരാണ് മരിച്ചവരൊക്കെ. ഈ ഭൂമിയിലെ യുദ്ധം വിജയിച്ചവരാണ് അവര് പരാജയപ്പെട്ടവരാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. കൊച്ചുപ്രായത്തിലുമൊക്കെ വീണുപോയവര് അവര് പരാജയപ്പെട്ടവരല്ല, അവര് നേരത്തെ വിജയശ്രീലാളിതരായവരാണ്. കർത്താവ് ഒരുക്കിയ കിരീടത്തിന് വേണ്ടി കടന്നുപോയവരാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചകന്നു പോയവര്. അവര് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതുപോലെ കിരീടം ധരിക്കുവാൻ. വിജയം വരിക്കുന്നവന് ഞാൻ വെള്ളവസ്ത്രം കൊടുക്കും, വെള്ളവസ്ത്രം അണിയാൻ. വിജയം വരിക്കുന്നവനെ എന്നോടൊപ്പം ഞാൻ ഇരുത്തും, അവനോടൊപ്പം ഇരുത്താൻ. വിജയം വരിക്കുന്നവനെ എൻ്റെ ആലയത്തിന്റെ തൂണാക്കി ഞാൻ മാറ്റും, അവന്റെ ആലയത്തിന്റെ തൂണായി ഒരു വിശുദ്ധനായി വിശുദ്ധിയായി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക. മരിക്കുന്നവരുടെ സാധ്യതയാണ് ഒരു വിശുദ്ധനാവുക, വിശുദ്ധിയാവുക എന്നുള്ളത്. ഈ ആദ്യ ചൊവ്വാഴ്ച സകല മരിച്ച വിശ്വാസികളുടെയും ഈ മാസത്തില് പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും സിമിത്തേരികൾ സന്ദർശിക്കുമ്പോഴും പരിശുദ്ധ സഭ നമുക്ക് ദണ്ഡവിമോചനം അനുവദിച്ചു തന്നിട്ടുണ്ട്. കോവിഡിന്റെ കാലത്ത് കൊഴിഞ്ഞു വീണ എത്രയോ മനുഷ്യര്, കൊച്ചു പ്രായത്തിലും വലിയ പ്രായത്തിലുമുള്ളവരൊക്കെ അപ്രതീക്ഷിതമായി നമ്മളോടൊപ്പം നിൽക്കേണ്ടവര്. മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഈ കോവിഡിന്റെ കാലത്ത് കൊഴിഞ്ഞു വീണ മക്കളെയൊക്കെ ഈ 2021 ഈ നവംബർ 2 നമ്മൾ അനുസ്മരിക്കുക. ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരുണ്ട്. ഉരുൾപൊട്ടലിൽ മുഴുവനും ഒഴുകിപ്പോയ കുടുംബത്തിൽ ഇനി ആരാ പ്രാർത്ഥിക്കാനുള്ളത്? ഞാനും നിങ്ങളുമുണ്ട്. നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ആരോരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചോ ജീവിക്കുന്നോ എന്ന് ഇനിയും അറിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ബലിയായി തീർന്നിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദുഃഖ ദുരന്ത മുഖങ്ങളിലൊക്കെ ചെന്ന് അധ്വാനിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഈ ആദ്യ ചൊവ്വാഴ്ചയിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള 3 നിയോഗങ്ങൾ കൂടി സമർപ്പിച്ച് ഈ തിരുബലിക്ക് നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക്
നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും പ്രത്യാശയോടെ ചേരട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു: കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവടിയരുതേ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു.
ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം ഏറ്റവും പ്രിയപ്പെട്ടവരെ, മരിച്ച വിശ്വാസികളുടെ തിരുനാൾ ദിവസമായിന്ന് പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. മരിച്ചുപോയവരൊക്കെ എവിടെയാ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരും പല പ്രായത്തിലുള്ളവർ. ജനിച്ച ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞ്, ഒരു മാസം പ്രായമുള്ള കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞ് മുതൽ 100 വയസ്സുള്ളവരും 110 വയസ്സുള്ളവരൊക്കെ മരിച്ചുപോയ വാർത്തകൾ നമ്മൾ ഓരോ ദിവസം കേൾക്കുക. കൃത്യമായിട്ട് നിശ്ചയമായിട്ടുള്ളൊരു കാര്യം അത് മരണമാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും മരിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മരിക്കും. സത്യമാണ്. ജനിച്ചവരൊക്കെ മരിക്കും. എല്ലാവരും അവശ്യം കടന്നു പോകേണ്ട ഒരു വാതിലിൻ്റെ പേരാണ്. ഇറ്റ് ഇസ് എ ഡോർ. ഒരു വാതിലാണ്. മനുഷ്യൻ കടന്നു പോകേണ്ട ഒരു വാതിലാണ് മരണം. ജീവിതത്തിൽ നമ്മൾ കടന്നുപോയവർ ആരും കടന്നു പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ വാതിലിൻ്റെ പ്രത്യേകത, ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. ഇതിന് റിഹേഴ്സലില്ല. ഒറ്റ ചാൻസ്. ഒരു തവണയേ ഉള്ളൂ. ചിലർ മരിച്ചിട്ട് തിരിച്ചു വന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മോർച്ചറി കൊണ്ടുപോയിട്ടു, ഡോക്ടർമാർ ബ്രെയിൻ ഡെത്ത് പറഞ്ഞു, മരിച്ചു എന്ന് പറഞ്ഞവർ പിന്നീട് വന്ന ചില സംഭവങ്ങളുണ്ട്. അവർ മരിച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ ലാസർ എന്നൊരു വ്യക്തി മാത്രം കേട്ടിട്ടുണ്ട്, മനുഷ്യനായിട്ട് അടക്കിയതിൽ എഴുന്നേറ്റ് വന്നത്. വീണ്ടും നമ്മൾ ചരിത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: ഈ 50 കൊല്ലത്തിന്, 60 കൊല്ലത്തിന്, 70 കൊല്ലത്തിന്, 100 കൊല്ലത്തിന് അപ്പുറമുള്ള ജീവിതം.
പിന്നെ നിത്യത എന്ന് പറയും. കണക്കുകളില്ല, വർഷങ്ങൾക്ക് എണ്ണമില്ലാതെ പിന്നീട് ജീവിതകാലം മുഴുവൻ ആയിരിക്കേണ്ട ഒരിടത്തെ പറ്റിയുള്ള ധ്യാനം നമുക്കുണ്ടാവണമെന്നാണ് ഈ നവംബർ 2 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. മരണത്തെ നോക്കി ഭയപ്പെടാനല്ല, മരണമെന്ന വാതിലിലൂടെ ഞാൻ എങ്ങോട്ട് കടന്നു പോകണം എന്ന ധ്യാനമാണ് ഇന്ന് വേണ്ടത്. മരണമെന്ന വാതിലിലൂടെ 2 സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. 1 സ്വർഗത്തിന്റെ വഴിയുണ്ട്, 2 നരകത്തിന്റെ വഴിയുണ്ട്. ഒരു കുഴപ്പമുണ്ട്, തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മുടെ തീരുമാനം മരണത്തോടെ കഴിഞ്ഞു. മരണം വരെ നമുക്ക് തീരുമാനിക്കാം, സ്വർഗമാണോ എനിക്ക് വേണ്ടത്, നരകമാണോ എനിക്ക് വേണ്ടതെന്ന് മരണസമയം വരെ ചിന്തിക്കാം, തീരുമാനിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അതിൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും തീരുമാനിക്കാം സ്വർഗത്തിലേക്കുള്ള വഴിയാണോ തിരഞ്ഞെടുക്കാൻ പോയി. ഏത് ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്, ഏത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ള വിഷയം. ഇപ്പം യൂറോപ്പിലേക്കുള്ള ടിക്കറ്റാണോ, അമേരിക്കയിലേക്കുള്ള ടിക്കറ്റാണോ, അതോ ചൈനയിലേക്കുള്ള ടിക്കറ്റാണോ, അതോ യൂറോപ്പ്? 2 വഴിയല്ലേ, യൂറോപ്പിൽ കൂടെ അമേരിക്ക. അതുകൊണ്ട് തന്നെ വിട്ടാക്കാം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട, ഏത് ടിക്കറ്റാണ് നീ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് ചോദിക്കുക, കുഞ്ഞെ, ഇന്ന് കർത്താവ് സുവിശേഷം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ധനികനോട് ചോദിച്ച ചോദ്യമുണ്ട്. ഇന്ന് നിന്റെ ആത്മാവിനെ എടുത്താൽ, ഞാൻ ഈ കുർബാന ചൊല്ലുമ്പം ലൈവായിട്ട് നിൽക്കുക, ഈ കത്തീഡ്രലിനോടും ഈ പള്ളിയോടും ഒക്കെ ഒരുപാട് ചേർന്ന് നിന്ന ബാബു എന്ന പേരുള്ള മറ്റു മതസ്ഥനായൊരു മകൻ, അവൻ്റെ ശവസംസ്കാര കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം ഒന്നുമില്ലാതെ ഇരുന്ന പയ്യൻ, ആ നാട്ടുകാർക്കൊക്കെ ഉപകാരി. അവൻ ഏത് പച്ചപ്പാതിരായിക്കും ഒരു മാലാഖ പോലെ ആരുടെയും അടുക്കൽ വരുന്നവൻ. അതുകൊണ്ട് അവൻ്റെ മരണം വല്ലാതെ എല്ലാവരെയും വിഷമിപ്പിച്ചു. നീ മരിക്കുമ്പോ നിന്റെ മരണത്തെ ഓർത്ത് മറ്റുള്ളവർക്ക് വിഷമിക്കാൻ ഇടവരുത്തണം. നീ എന്തുമാത്രം സ്നേഹിച്ചു എന്നതനുസരിച്ചിരിക്കും നീ മരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത്. നീ മരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് നൊമ്പരപ്പെടുത്തിയാണ് നീ മരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 90% നിനക്ക് സ്വർഗത്തിനുള്ള ടിക്കറ്റ് ഉണ്ട്. ദൈവ പൈതലേ, ഈ ലോകത്ത് ജീവിക്കുമ്പോ നീ കൊടുത്ത സ്നേഹമൊക്കെ മരണസമയത്ത് കണ്ണീരായിട്ട്, നിന്റെ സ്നേഹം ആർക്ക് കിട്ടിയോ, നിന്റെ നന്മ ആർക്ക് കിട്ടിയോ അവരുടെ കണ്ണിൽ നിന്ന് ഒഴുകും. ഈ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാ. ഈ ജീവിതം സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നവംബർ 2, ഞാൻ ചുരുക്കുക, കുർബാനയുടെ പ്രസംഗമായതുകൊണ്ട് ചുരുക്കി പറയണല്ലോ, നിർത്തുക. ദൈവ പൈതലേ, കർത്താവ് ഇന്ന് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഒറ്റ വാക്കായിട്ട് പറഞ്ഞു പോകാം. 1, ദരിദ്രൻ ഭാഗ്യവാൻ. തിന്നു കുടിച്ചവൻ അവൻ നരകത്തിൽ. ദാരിദ്ര്യ വ്രതമെടുക്കുന്ന സന്യസ്തരുണ്ട്, സ്വർഗത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആത്മാവിലും ജീവിതത്തിലും ജീവിത ശൈലിയിലും ദാരിദ്ര്യം പാലിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പോയിരിക്കും. അവൻ സ്വർഗത്തിൽ പോയിരിക്കും. ദാരിദ്ര്യമെന്ന പുണ്യമാണ് ഞാൻ പറയണത്, ദാരിദ്ര്യമെന്ന ശാപമല്ല. തനിക്കുണ്ടായിരുന്നതും മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവന് സ്വർഗത്തിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. അതാ ദരിദ്രൻ, അതാ ദരിദ്രൻ. ഉണ്ടായിരുന്നത് വിളമ്പിക്കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിളമ്പാനില്ല, ദൈവം വിളമ്പിത്തന്ന മാത്രമുള്ളവൻ അവനാണ്. തിരുവചനം പറയുന്നു, ദരിദ്രൻ അവൻ്റെതാണ് സ്വർഗരാജ്യം. വിലപിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ വിലപിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി. മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് വിലപിക്കുന്നവൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സങ്കടപ്പെടുത്തുന്നവൻ, കർത്താവ് പറയുന്നു അവൻ ആശ്വസിപ്പിക്കപ്പെട്ടിരിക്കും. അവൻ മാത്രം. നിന്റെ വയറ്റുവേദന വരുമ്പോൾ നീ കരഞ്ഞ കാര്യമല്ല പറയണത്. അയലോക്കത്തെ വീട്ടിലുള്ളവന് വയറ്റുവേദന വരുമ്പോൾ നീ കരഞ്ഞാല്, നിനക്ക് കടം കയറുമ്പോൾ കരയുന്ന കാര്യമല്ല, അയലോക്കത്തെ വീട്ടിൽ കടം കയറുമ്പോൾ നീ കരയുന്ന കാര്യമാ പറയണത്. ഒപ്പം ആത്മാവിനെ ഓർത്ത്, ദൈവത്തെ സ്നേഹിച്ചില്ലല്ലോ, ദൈവം തന്ന ആയുസ് വെറുതെ കളഞ്ഞല്ലോ എന്നോർത്ത് നീ കരയുമ്പോ നീ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീല, ഷാലോം. ദൈവത്തെ കൊണ്ട് കൊടുത്തവൻ ഭാഗ്യവാൻ. ഷാലോമതാ, ദൈവത്തെ ചങ്കിൽ പേറി ഒപ്പം ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുത്തു നടക്കുന്ന ചില മനുഷ്യരില്ലേ, ഉള്ളിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നവര്,
പണ്ട് പറഞ്ഞു മറന്നുപോയ മറക്കാതിരിക്കാൻ വേണ്ടി പറയണമല്ലോ, പുതിയ തലമുറ കേൾക്കണമല്ലോ. കൊച്ചു കുഞ്ഞുപദേശി പ്രഭാതത്തിൽ ബൈബിളും കക്ഷത്തിലെടുത്ത് വെച്ച് തിങ്കളാഴ്ച ഇറങ്ങി ഒരാഴ്ചക്കാലം മുഴുവൻ ദേശം മുഴുവൻ കർത്താവിനെ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ തന്റെ കുഞ്ഞ് മരിച്ചുവെന്ന് കണ്ടപ്പോ ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോട് അതു ഞാൻ വാങ്ങി ഹല്ലേലൂയ പാടും. സമാധാനം വിറ്റു നടന്നവർ, സമാധാനം കോരിക്കൊടുത്തവർ, ഒരിക്കലും സമാധാനം നഷ്ടപ്പെടുത്താത്തവർ, അവർക്കുള്ളതാണ് സ്വപ്നം. വീണ്ടും വചനം പറയുന്നു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തവർ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഉപവാസമെടുത്തവർ. കഴിഞ്ഞ യുവാവ് 21 ദിവസവും പട്ടിണിയിരുന്നു. അറിയണം മക്കളെ, സ്വർഗത്തിന്റെ പുണ്യം. നിന്റെ ശരീരത്തിന്റെ സുഖമൊക്കെ ഉപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു സുഖം കിട്ടുമെന്ന് നീ തിരിച്ചറിയണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണ മറ്റുള്ളവന്റെ സ്വന്തം ജീവനെ മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് വെച്ചു കൊടുക്കുന്നവനാ കരുണ. വഴിയിലൊരുവൻ കിടക്കുമ്പോൾ നീ വീണ് കിടക്കുന്നതായിട്ട് തോന്നുന്നതാ കരുണ. കരുണയുള്ളവർ അവർ കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ, ചങ്കിനുള്ളിൽ ഒരു തെളിച്ചം, ഒരു നേർമ, കളങ്കമില്ലാത്ത ജീവിതം, ശുദ്ധി, ഹൃദയശുദ്ധി, വിശുദ്ധി. അവന്റെ ചങ്കില് ദൈവത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന്. അവന്റെ ചങ്കില് ദൈവത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അവൻ അശുദ്ധി എന്ന് പറഞ്ഞൊരു ചിന്തയില്ല, അവന് വളഞ്ഞ വഴികളില്ല, അവന് കുരുട്ട് ബുദ്ധിയില്ല, അവൻ ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല. ശുദ്ധവാ, ദൈവത്തെ പോലെ ശുദ്ധമുള്ള ഹൃദയമുള്ളവന് ദൈവത്തെ ചങ്കിൽ കിട്ടുമെന്ന്. സമാധാനം സ്ഥാപിക്കുന്നവർ, രണ്ടാമത് വീണ്ടും പറയുക, നേരത്തെ പറഞ്ഞായിരുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ കാരണം സ്വർഗം വിൽക്കാനായിട്ട്, സ്വർഗം കൊടുക്കാൻ സ്വർഗത്തിന്റെ മക്കൾക്കല്ലേ പറ്റത്തുള്ളൂ. അവര് ദൈവപുത്രരെന്ന് വിളിക്കും. വഴക്കുണ്ടാക്കാനല്ല, വർഗീയത പറയാനല്ല, ജാതി പറയാനല്ല, രാഷ്ട്രീയം പറയാനല്ല, കളറ് പറയാനല്ല, ഭാഷ പറയാനല്ല, ചേർത്ത് പിടിക്കാൻ. ഞാനും നിങ്ങളും പിതാവായ ദൈവത്തെ ഏത് ജാതിയിലോ മതത്തിലോ എവിടെപ്പെട്ടവനാണെങ്കിലും ശരി, ഒഴുകുന്ന ചോര ചുവപ്പാന്ന് പറഞ്ഞു കൊടുക്കുന്നവര്, ഒരേ ശ്വാസമാണ് ഏത് ജാതിയോ ഏത് മതത്തിലും പെട്ട വിശ്വസിക്കുന്നത്, ഓക്സിജനാന്ന് പറഞ്ഞു കൊടുക്കാൻ. ഏത് ജാതിയിലും മതത്തിലും പെട്ടവൻ വേദനിച്ചാൽ അവന്റെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണീരാന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവൻ പറയുന്നു അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. തിരുവചനം അവസാനിപ്പിക്കട്ടെ. നീതിക്ക് വേണ്ടി പീഡനമേക്കുള്ള സമരക്കൊടി പിടിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല. സമരക്കൊടി പിടിക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല. പീഡ അനുഭവിക്കുന്നവൻ, നീതി നിഷേധിക്കപ്പെട്ടവൻ, സ്വർഗരാജ്യം അവൻ്റെതാണ്. ഇനി അവസാനത്തെ ക്ലോസ്. മറ്റുള്ളവർ അനാവശ്യം പറയുമ്പോ, മറ്റുള്ളവർ പരദൂഷണം പറയുമ്പോ, നിന്നെപ്പറ്റി അപവാദം പറയുമ്പോ, സ്വർഗം നിന്നെപ്പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കും. സ്വർഗം നിന്നെപ്പറ്റി നല്ലത് പറയും. ഒരുപാട് ബന്ധങ്ങളൊക്കെ പോയത് ഇവിടെയല്ല മക്കളെ. അവൻ അങ്ങനെ എന്നെ പറ്റി പറഞ്ഞു, അവൾ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, അവനും അവളും നിന്നെ പറ്റി അതും ഇതും ഒക്കെ പറയുമ്പോ സ്വർഗത്തിൽ മാലാഖമാര് നിന്നെ പറ്റി നല്ലത് പറയും. സ്വർഗത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടാവും. ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ച്, സ്വർഗം എനിക്ക് സ്വന്തമാവണം. ഈ ലോകത്ത് എത്ര കാലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നീടുള്ള എന്റെ ജീവിതം മുഴുവൻ ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ്. You can choose either heaven or hell. Either heaven with God, ദൈവത്തോടൊപ്പം, മാലാഖമാരോടൊപ്പം, വിശുദ്ധരോടൊപ്പം, അല്ലെങ്കിൽ അണയാത്ത തീയുള്ള, ചാകാത്ത പുഴുവുള്ള, കണ്ണീരും പല്ലുകടിയുമുള്ള നരകമുണ്ട്. രണ്ട് ചോയ്സേ ഉള്ളൂ. ഓ കർത്താവേ, സ്വർഗത്തിന്റെ വാതിൽ എനിക്കായി തുറന്നു തരണമേ. ഓ കർത്താവേ, സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഓ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചകന്നു പോയവർക്ക്, മരിച്ചു അങ്ങനെ സന്നിധിയിലേക്ക് വന്നവർക്ക് സ്വർഗ കവാടം കൊടുക്കണമേ. ആമേൻ. രക്ഷകനീശു മരണമടഞ്ഞ സഹോദരരെ, നിൻ തിരുകൃപയ
രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരെ ഇരുളിൽ നിന്നുമുയർത്തിവരിൽ നിത്യവെളിച്ചം തൂകണമേ. നിന്തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥ, നീ വീണ്ടെടുത്തവരല്ലോ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹാകാരുണ്യത്തിന്റെ കൂദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ ദാസർ അവിടുത്തോടുകൂടി മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്നിൽ ധന്യമായ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിൻ്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നവർ വരാനിരിക്കുന്ന അമർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റും ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ശോയേ വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടിയ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിൻ ദാസരിലായി വീശണമേ നീ. സ്വർഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം, സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാൻ. ജ്ഞാനസ്നാനത്താലിവ അങ്ങേതായി, നിന്റെ ശരീരത്താലിവ പോഷിതരായി. നിൻ തിരുരക്തത്താലിവ മോചിതരായി, നിൻ ജീവബലിയാലിവ മോദിതരായി. കർത്താവേ, നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിൻ ദാസരിലായി വീശണമേ നീ. സ്വർഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം, സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് അവ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമുള്ള ഈ ആദ്യ ചൊവ്വാഴ്ച ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന ദൈവമക്കളെ ഒരുപാട് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക്, ഒരു സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒരുക്കുന്ന ഒരു പുതിയ അനുഗ്രഹത്തിന്റെ മാസം, സകല വിശ്വാസികളുടെയും, സകല മരിച്ച വിശ്വാസികളുടെ മാസം, സകല വിശുദ്ധരുടെയും മാസമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ഈ മാസം മരിച്ച വിശ്വാസികളുടെ നൊവേന വണക്കമാസം ചൊല്ലി നമ്മൾ പ്രത്യേകമായിട്ട് പരേത ആത്മാക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന മാസമാണ്. വണക്കമാസം ചൊല്ലാനായിട്ട് സാധിക്കുന്നവർ മരിച്ച വിശ്വാസികളുടെ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങൾ നമ്മൾ സെമിത്തേരികളിൽ പോയി പരിശുദ്ധ പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം വിശ്വാസ പ്രമാണം, ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, ഒരു നന്മറിഞ്ഞൊരു ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ച് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ പാപങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ട്, ദണ്ഡവിമോചനം കിട്ടുന്നതായിട്ട് സഭാമാതാവ് പഠിപ്പിക്കുന്നു. 10 ദിവസങ്ങൾ സെമിത്തേരികളിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കുമ്പസാരിക്കുക. ദൈവമക്കളെ, കുമ്പസാരിക്കുകയും ദണ്ഡവിമോചനത്തിന്റെ വ്യവസ്ഥയാണ്. കുമ്പസാരിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ. സാധിക്കുന്നത്രയും ദൈവമക്കളെ കുമ്പസാരിക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തോരം ദൈവത്തിൽ ആനന്ദിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയും. അത്രയും പ്രാർത്ഥിക്കണം. ഒക്ടോബർ 31 കഴിഞ്ഞ് നവംബർ 1, നവംബർ 2 എന്നെ അത്ഭുതപ്പെടുത്തി ഒരുപാട് മനുഷ്യർ. ചില മക്കൾ പാതിരായൊക്കെ കൊന്തയൊല്ലിക്കൊണ്ട് 14 കൊന്ത തയ്ക്കാനും 16 കൊന്ത തയ്ക്കാനും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യർ. ദൈവവേദന നീ എന്തുമാത്രം അത്രയും ദൈവസ്നേഹം നിനക്ക് അത്രയും അളവാത്. ദൈവസ്നേഹം അളക്കാനുള്ള രീതിയാണ്. ദൈവം നിന്നെ എന്തോരം സ്നേഹം, നിനക്കുള്ള സ്നേഹമല്ല, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം. എത്ര കൊന്ത ചൊല്ലി എന്നുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിനല്ല, നിന്റെ സ്നേഹത്തിന്റെ അളവല്ലത്. അമ്മ മാതാവ് നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അളവായിരുന്നത്. ഒരു കൊന്ത ചൊല്ലി ഒരു കൊന്തയുടെ സ്നേഹമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 10, 20 കൊന്ത ദിവസം ചൊല്ലിക്കൊണ്ടിരുന്നത് 20 കൊന്തയുടെ സ്നേഹം അമ്മയുടെ ഉണ്ട്. അമ്മ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ മുമ്പിൽ. ദൈവമൈതല്ലേ, എന്തുമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നുവോ അത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ അളവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം പ്രാർത്ഥിക്കണം മക്കളെ, ധാരാളം ജപമാലകൾ ചൊല്ലണം. ചൊവ്വാഴ്ച 13 നൊവേനയിൽ നിന്ന് അനേകം മക്കൾ ഇപ്പോഴുണ്ട്. ദിവസവും 13 നൊവേനയിൽ നിന്ന് മക്കളുണ്ട്. പ്രാർത്ഥിക്കാവുന്നത്രയും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ദിവസം വരും. നിനക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നൊരു ദിവസം, നിനക്ക് പ്രാർത്ഥന തിരിച്ചറിയാൻ പറ്റാത്തൊരു ദിവസം. അന്ന് മറ്റുള്ളവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മരിച്ച വിശ്വാസികളുടെ ദിവസമാണ്. അവർക്ക് ഇനി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവില്ല. സഭാമാതാവ് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. മരിച്ച വിശ്വാസികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവില്ല. അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് കുർബാനയില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരിക്കലും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ബലിയർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും പൂർവ്വപിതാക്കളും ഒക്കെ സ്വർഗത്തിൽ നിന്ന് എത്തി നോക്കും, എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ. അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ധാരാളം പ്രാർത്ഥനകളും ധാരാളം പ്രായശ്ചിത്ത പ്രവർത്തികളും ആവശ്യം. അതുകൊണ്ട് ഈ നവംബർ മാസം പ്രിയപ്പെട്ടവർക്ക് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നോയമ്പെടുക്കുക. കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും.
ദൈവമക്കളെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാളെ നമുക്ക് വേണ്ടിയും ആരെങ്കിലുമൊക്കെ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാനും നമ്മളെ കുർബാനയിൽ ഓർക്കാനും ഒക്കെ അനേകരുണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അല്പം കൂടെ മുമ്പ് ആരംഭിക്കുക 11 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. ഈശോയുടെ സ്നേഹിതൻ ലാസർ, ഈശോയുടെ സ്നേഹിതൻ ലാസർ. ദൈവത്തിന്റെ സ്നേഹിതർ മരിക്കുകയില്ല, ദൈവത്തിന്റെ സ്നേഹിതർ ഉറങ്ങത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതർ മരിക്കുന്നില്ല, ദൈവത്തിന്റെ സ്നേഹിതർ ഉറങ്ങുകയേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതർക്ക് മരണമില്ല, ദൈവത്തിന്റെ സ്നേഹിതർക്ക് ഉറക്കമേ ഉള്ളൂ. ഹല്ലേലൂയ. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോ ഈശോ പറയുകയാണ്, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങും. ദൈവത്തിന്റെ സ്വന്തമാകുന്നത് വഴി, നീ ഉറങ്ങാതിരുന്ന് കൊന്തയൊല്ലിയത് വഴി, നീ ത്യാഗപ്രവർത്തികൾ ചെയ്തത് വഴി, നീ അനുദിനം തിരുബലിയിൽ പങ്കെടുത്തതിന്റെ പ്രതി, 2-3 കുർബാനയിൽ പങ്കെടുത്തതിന്റെ പ്രതി നിനക്ക് കിട്ടുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഒരിക്കലും കെട്ടുപോകാത്ത ജീവൻ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, മരിച്ചവരെ പറ്റി വേദനിക്കുമ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഈ ഒരു കാര്യം ഓർത്തോണം. അവന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവർ അവർ നിത്യമായി മരിക്കുകയില്ല. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവർ മരിച്ചവരായി പോഷന്മാക്കൽ. Only fools can think the believer can die. ഒരു പിടിയാ പറയുന്നത് അവൻ മരിച്ചുപോയെന്ന്. പോഷൻ പറഞ്ഞു അവൻ മരിച്ചുപോയെന്ന്. നീതിമാന്മാരുടെ ആത്മാക്കൾ കർത്താവിന്റെ കരങ്ങളിലാണ്, യാതൊരു ഉപദ്രവവും അവരെ ബാധിക്കുന്നില്ല. നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. മക്കൾ, ഇതിലും വലിയ ഭാഗ്യം എന്താ ജീവിതത്തിന് വേണ്ടത്? ജീവിതത്തിന് വേണ്ടത് എന്താ? ഒരു വിശുദ്ധനായി നിന്നാൽ നിനക്ക് കിട്ടുന്നതാണ്, നിനക്ക് ജീവിതത്തിൽ അല്ല നിന്റെ ആത്മാവിന് ഒരു നൊമ്പരത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ലൂക്കാസ് സുവിശേഷത്തില്, അതെ 16-ാം അധ്യായത്തില് ധനവാനും ലാസറും തിന്നു കുടിച്ച് സുഖിച്ച് ഇഷ്ടമുള്ളത് ചെയ്ത് ചുവന്ന പട്ടുടുത്ത് ഭക്ഷിച്ച് ആനന്ദിച്ച് ജീവിച്ചു. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ധനവാൻ അതിന്റെ വാതിക്കൽ ഒരു ദരിദ്രൻ കിടന്നു, അവൻ മരിച്ചു. ധനവാനെ പറ്റി പറയാണ്, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. നീ അടക്കപ്പെടും ഈ മണ്ണിൽ ചെയ്യാൻ. ആത്മാവിന്റെ വില, ആത്മാവ് മരിച്ചവർക്ക് സ്വർഗ്ഗം തുറക്കപ്പെടില്ല. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ജീവിക്കുന്നതാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമായത്. പടിയൻ മരിച്ചു, അടക്കപ്പെട്ടു. ദരിദ്രൻ മരിച്ചു, അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം നിങ്ങളുടേത്. ഇന്ന് കുർബാനയെ വായിച്ചില്ലേ? ദൈവമക്കളെ, പുണ്യങ്ങള് ഇന്ന് മുതലെങ്കിലും ജീവിതം നമ്മൾ പാലിക്കണം. വിശ്വാസിയെ പോലെ ഭാഗ്യമുള്ള ആരാ? നമുക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കായി കഴിഞ്ഞിരിക്കുക. വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കഴിഞ്ഞിരിക്കുക. ബുദ്ധിയുള്ളവൻ ചോദ്യപേപ്പർ വെച്ച് പഠിച്ച് ജീവിക്കാൻ ആരംഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. കർത്താവിന്റെ സ്നേഹിതരെ കർത്താവ് ഉണർത്തും. ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യം ഏതാ? നിന്റെ അപ്പൻ കർത്താവിന്റെ സ്നേഹിതനാണോ? നിന്റെ അമ്മ കർത്താവിന്റെ സ്നേഹിതയാണോ? നിന്റെ സഹോദരങ്ങൾ കർത്താവിന്റെ സ്നേഹിതരാണോ? നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ സ്നേഹിതർ. പ്രധാനപ്പെട്ട വിഷയമാണ് മക്കളെ. ജീവിതത്തിൽ ദുഃഖിക്കേണ്ടത് കൊച്ചിന് കാനഡയ്ക്ക് വീസ കിട്ടാത്തതിന്റെ പേരിലല്ല. എന്റെ കുഞ്ഞ് കർത്താവിന്റെ സ്നേഹിതനല്ലല്ലോ, എന്റെ മകള് കർത്താവിന്റെ സ്നേഹിതയല്ലല്ലോ എന്ന കാരണം നിന്നെ ദുഃഖിപ്പിക്കണം, വല്ലാതെ ദുഃഖിപ്പിക്കണം, മരണത്തോളം ദുഃഖിപ്പിക്കണം. ഹല്ലേലൂയ. വിഷയം ഇതാ മക്കളെ, അമേരിക്ക പോയോ എന്നുള്ളതല്ല,
നിന്റെ കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഞാൻ അവനെ ഉണർത്താൻ പോവുക. ഉറപ്പിച്ച മക്കളെ, ഒരു ദൈവ പൈതലാണെങ്കിൽ കർത്താവിന്റെ ആൾത്താരിൽ ജീവിച്ചൊരു വൈദികൻ, കഴിഞ്ഞ ദിവസം ഒരു ജസ്യൂട്ട് വൈദികൻ മരിച്ചു. ഈശോ സഭാ വൈദികൻ. വൈദിക പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ രോഗിയായി മാറി. അച്ഛൻ്റെ മാരകമായ രോഗം, മസിൽസ് എല്ലാം ചുരുങ്ങിപ്പോയി. അച്ഛൻ തളർന്നുപോയി. 23 വയസ്സുള്ളൊരു യുവാവ് തളർന്നുപോയെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സഹനത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹം പറയുന്നത് കേൾക്കാം. സഹനത്തിന്റെ അങ്ങേയറ്റത്തിലൂടെ ആ അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ അദ്ദേഹം ആ സഹനത്തിന്റെ അങ്ങേയറ്റത്തൂടെ കടന്നുപോയി. വലിയ സഹനങ്ങള്, അനങ്ങാനും തിരിയാനും പറ്റുന്നില്ലെന്നല്ല, ദേഹം മുഴുവനും കൂടെ വേദന കെട്ടിവെച്ചാൽ അങ്ങനെ ഇരിക്കും. അത്രയ്ക്ക് സഹനത്തിലൂടെ അച്ഛൻ കടന്നുപോയി. അച്ഛൻ വേദനകൾ, പക്ഷേ കുറച്ച് നാളത്തെ ചികിത്സ, വെല്ലൂരോ മറ്റോ കൊണ്ട് ചികിത്സിച്ചു. അങ്ങനെ അച്ഛന് കുറച്ച് സൗഖ്യം കിട്ടി. ഇങ്ങനെ വീൽ ഇതിൽ പിടിച്ച് നടക്കാനായിട്ടുള്ള ഒരു ശക്തിയൊക്കെ കിട്ടി അച്ഛൻ നടന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ പറഞ്ഞു, വേദനകളുടെ രാജകുമാരൻ ഇതാ സ്വർഗത്തിലേക്ക് പടയോട്ടം നടത്തുക. ജീവിതത്തിൽ ദൈവങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഭാഗ്യമാ അവന്റെ സഹനവും അവന്റെ മരണവും. തിരുവചനം പറയുന്നില്ലേ, ഞാൻ നല്ല ഓട്ടം ഓടി. യെസ്, ഐ വാണ്ട് ദ ഗുഡ് റേസ്. ജീവിതം ഇതിനാ മക്കളെ. പുരോഹിതന്റെ ഓട്ടം നടത്തണം സ്വർഗത്തിൽ പോണെങ്കിൽ. കന്യാസ്ത്രീയുടെ ഓട്ടം നടത്തണം സ്വർഗത്തിൽ പോണെങ്കിൽ. ഒരു കുടുംബനാഥന്റെ ഓട്ടം നടത്തണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഒരു കുടുംബനാഥന്റെ ഓട്ടം നടത്താൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഒരു ഭർത്താവിന്റെ ഓട്ടം നടത്തണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഒരു ഭാര്യയുടെ ഓട്ടം നടത്തണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര കാലം ജീവിച്ചു എന്നുള്ള ഒരു വിഷയമല്ല മക്കളെ. ചിലപ്പം തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് വലിയ കാര്യമാണ്. ജീവിതത്തിന്റെ ഒരു മധ്യാഹ്നത്തിൽ നിൽക്കുന്ന ഒരുത്തനാണ്, വെറുതെയാണ്. ഒരു വിശുദ്ധനൊക്കെ പറയുന്നില്ലേ, വിശുദ്ധ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞില്ല, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടം. വെറുതെ ഒന്നും പറഞ്ഞു വെക്കുന്നതല്ല മക്കളെ. ആസ്വദിച്ച് നിൽക്കുക. ഇങ്ങനെ കർത്താവിനെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന വിശുദ്ധരൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്. കൊച്ചു വയസ്സേ പുണ്യവതി അമ്മയോട് പറയുക, 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ളപ്പം അമ്മ ഭരിക്കുന്നത് അമ്മയെ നല്ലത്. കാരണം അമ്മയ്ക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. സ്വർഗം നമുക്കൊരു ആവേശമാകണം മക്കളെ. ഈ നവംബർ 2-ാം തീയതി സ്വർഗം നമുക്കൊരു അഭിഷേകമായി മാറണം. ഞാൻ മരിക്കില്ല, ഒരു വിശ്വാസി മരിക്കുകയല്ല, ഒരു വിശ്വാസി സ്വർഗത്തിൽ പോവുക ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവനെ ഉണർത്താൻ ഞാൻ പോവുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുവാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഉറങ്ങുവാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കുകയല്ലേ. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഓരോ മരണത്തിനും ഒരു ദൈവിക വ്യാഖ്യാനമുണ്ട് മക്കളെ. ഏക കുഞ്ഞ് മരിച്ചു നിൽക്കുന്ന പിതാക്കന്മാരെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ മോൻ ആക്സിഡൻറ്റിൽ കൊച്ചു മരിച്ച് ആശ്വസിപ്പിക്കാൻ പോയ സംഭവമൊക്കെ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. തിരുവചനം പറയുക, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. വിഷയം ഇതാ മക്കളെ. എന്തുമാത്രം ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, എന്തുമാത്രം ദൈവത്തിൽ നിനക്ക് ആശ്രയിക്കണം. നീ പരീക്ഷ ജയിക്കണം, അതാ വിഷയം. ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ഞാൻ അവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി സന്തോഷം. ഞാനുണ്ടായിരുന്നു, ഞാൻ രക്ഷിക്കണമായിരുന്നു. ഞാൻ രോഗിയായ ലാസന്റെ മേൽ കൈവെക്കും, ലാസർ സുഖപ്പെടും. ഞാൻ അവിടെ ഇല്ലാത്തതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ നിയർ ഹിം. അതേ മക്കളെ, നീ ദൈവത്തിന്റെ സ്വന്തമാണെങ്കിൽ ദൈവം നിന്റെ അടുത്ത് വരും. ആരൊക്കെ ദൈവത്തിന്റെ സ്വന്തമാണോ അവരുടെ അടുക്കിലേക്ക് ദൈവം വരും. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. എങ്ങോട്ടാണ് പോകേണ്ടത് ബഥനിയായിലേക്കാണ്. അവിടെ കൊല്ലാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുക ഈശോയെ. ഈ ലാസറിനെ കാണാൻ പോയാ നിശ്ചയമായിട്ടും ഇവൻ വധിക്കപ്പെടും, നമ്മളും വധിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈശോ മരിക്കാൻ ഒരു കാരണം ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ലാസറിന്റെ വീട്ടിൽ പോകുന്നത് ജീവൻ മരണ വിഷയമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ആളെ വിട്ട് പറഞ്ഞതാ ലാസറിന് സുഖമില്ലാന്ന്. ഇപ്പം ബെഥനിയായിലെത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതാ അടുത്ത വാക്യം കൂടെ വായിച്ചാൽ, ബെഥനിയ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 15 സ്ഥാദിയോൺ ദൂരത്തായിരുന്നു. 15 സ്ഥാദിയോൺ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരേ ഉള്ളൂ, ഒരു 3 കിലോമീറ്റർ. 4 ദിവസം മുമ്പ് 3 കിലോമീറ്ററിന് അപ്പുറം ചെന്ന് പറഞ്ഞതാ, എൻ്റെ സ്നേഹിതൻ ലാസർ രോഗിയായിരിക്കുന്നു. അനങ്ങിയില്ല അവൻ. 4 ദിവസം കഴിഞ്ഞപ്പോൾ വന്നേക്കുക, 4 ദിവസം കഴിഞ്ഞപ്പോൾ വന്നേക്കുക. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായത്. നീ ഒരുപാട് വിശ്വസിച്ചു ദൈവം ഇടപെടുമെന്ന്, നീ ഒരുപാട് പ്രതീക്ഷിച്ചു ദൈവം സുഖപ്പെടുത്തുമെന്ന്, നീ വിശ്വസിച്ചു ദൈവം ഇടപെടുമെന്ന്, ദൈവം കരുണ കാട്ടുമെന്ന്, ദൈവം അത്ഭുതം ചെയ്ത് സംഭവിച്ചില്ല. ഇത് 4-ാം ദിവസം. നമുക്കറിയാം 4-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരു ശരീരം ഡീകേ ചെയ്യാൻ തുടങ്ങുക, ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുക, പൊട്ടി ഒഴുകാൻ തുടങ്ങും. 4-ാമത്തെ ദിവസം ബോഡി പൊട്ടി ഒഴുകും. ദേഹത്ത് ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ബോഡി പൊട്ടി ഒഴുകി നമ്മുടെ ശരീരത്തിൽ വെള്ളം മുഴുവൻ ഒഴുകി മാറുന്ന സമയമാണ്. യഹൂദന്റെ വിശ്വാസം അനുസരിച്ച് മരിച്ച് 3 ദിവസം വരെ ഉയർക്കാനുള്ള സാധ്യതയുണ്ട്. ഈശോ പറഞ്ഞു 3-ാം ദിവസം ഞാൻ ഉയർക്കും. യഹൂദന്റെ ഒരു വിശ്വാസം കൂടിയായിരുന്നു. 3 ദിവസം വരെ ആത്മാവ് ചുറ്റിപ്പറ്റി നിൽക്കും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയില്ല. അതാ പറയുന്നത് 4 ദിവസമായി. ദൈവമക്കളെ, നിന്റെ ദൈവം അസാധ്യതകളിൽ ഇടപെടുന്ന ദൈവമാണ്. നിന്റെ ദൈവം ഇതൊരു ശാരീരിക മരണത്തെ പറ്റിയുള്ള ധ്യാനമായിട്ട് നിങ്ങൾ എടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 4 ദിവസമായ മരണാനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, അസാധ്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരിക്കലും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഇതാ 4-ാം ദിവസം. അവന് വരാന്ന് ദൂരേ ഉള്ളു മക്കളെ, അവൻ വരാന്ന് ദൂരേ ഉള്ളു. വേണ്ടാന്ന് വെച്ചതാണെങ്കിൽ അതിനകത്തൊരു അത്ഭുതമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം ദൈവം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളും 1000 മടങ്ങുള്ളൊരു അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ടെന്ന് നീ ഓർത്തു. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം കർത്താവ് ഡിലേ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ദൈവം കാത്തു വെച്ചിരിക്കുന്നതാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതേ മക്കളെ, താമസിക്കും തോറും അത് കൂടുതൽ പാകമായിക്കൊണ്ടിരിക്കുക, താമസിക്കും തോറും അതിന്റെ ഗുണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ബെഥനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മാർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ, നാട്ടുകാർക്കും വീട്ടുകാർക്കും വെളിയിലിരിക്കാനേ പറ്റത്തുള്ളൂ, പക്ഷേ ദൈവത്തിന് ഉള്ളിൽ വരാൻ കഴിയും. നാട്ടുകാർക്കും വീട്ടുകാർക്കും വെളിയിലിരിക്കാനേ പറ്റത്തുള്ളൂ. സെമിത്തേരിയിൽ എവിടെയോ എഴുതി വെച്ചത് കണ്ടു, ഇന്നലെ എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ ഭാര്യ പടിവാതിൽ വരെ വരും കേട്ടോ, പ്രിയപ്പെട്ടവള് പടിവാതിൽ വരെ വരും, നിന്റെ പണം നിന്റെ കുഴിമാടം വരെ വരും. കാരണം നിന്റെ പ്രതാപം മുഴുവൻ ആ ട്യൂമിലുണ്ടല്ലോ. തീർന്നു. ജീവിത പങ്കാളി പടിവാതില, അവള് പിന്നെ അതിനപ്പുറത്തോട്ട് വരത്തില്ല. പിന്നെ പണം ആ ട്യൂമിൽ വരെ ഉണ്ടാവും. പക്ഷേ നിന്റെ പുണ്യങ്ങളും നിന്റെ സുഹൃതങ്ങളും നിനക്ക് ചിറക് വെച്ച് നിന്നെ സ്വർഗത്തിലെത്തിക്കും. മക്കളെ ഓർത്തോ, ബാക്കിയൊക്കെ ചെതറിപ്പോവും, ബാക്കിയെല്ലാം ചെതറിക്കപ്പെടും. അനേകം യഹൂദരും മാർത്തായും വെറുതെ ആ മക്കളെ കൂടെ ഇരിക്കും. നമ്മൾ ഇതിലേക്ക് കൂട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ദൈവത്തെ നമ്മൾ തള്ളിക്കളഞ്ഞത്? ഇവനെ ഒന്ന് കൂട്ടിയിരുത്താൻ വേണ്ടിയിട്ടല്ലേ വിശ്വാസം കളഞ്ഞിട്ട് അവളുടെ പുറകെ പോയത്? അവളെ ഒന്ന് ചേർത്തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വിശ്വാസം കളഞ്ഞിട്ട് അവന്റെ പുറകെ പോയത്? ഇരിക്കില്ല, ഇരിക്കില്ല, ഇരിക്കില്ല. ദൈവം ഒഴികെ വേറെ ആരും ഇരിക്കില്ല. എല്ലാരും ഉപേക്ഷിക്കുമ്പോഴും നീ അറിയണം, നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വരും. എല്ലാരും നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ നിന്റെ ദൈവം സഹായമായി നിന്റെ ജീവിതത്തിൽ വരും. മനുഷ്യൻ സഹായിക്കാനില്ലാതെ വരുമ്പോഴാ ദൈവം സഹായമായിട്ട് വരുന്നത്. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. വീട്ടിൽ ആക്റ്റീവായിട്ട് ഗുണമുള്ള പെണ്ണാ മാർത്ത. ഇറങ്ങിച്ചത് വേറെണ്ണം ഉണ്ട്, അകത്ത് കുത്തിയിരിപ്പായപ്പോഴും മറിയും.
അതിൻ്റെ കഥ നമുക്ക് പിന്നെ അറിയാമല്ലോ. മാർത്ത ചെന്നു, മറിയം വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. ഇറങ്ങി ഓടുക, കർത്താവ് വരുന്നത് കേട്ടോ. മാർത്ത എക്സൈറ്റഡ് അവള്. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ 1000 തവണ പറഞ്ഞൊരു കാര്യമല്ലേ അത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ രോഗം വരില്ലായിരുന്നു. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വീസ കിട്ടിയേനെ. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനെ. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ നഷ്ടം വരത്തില്ലായിരുന്നു. ഇഫ് യു വെയർ ദേർ. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. നോക്കു മക്കളെ, വിശ്വാസത്തിന് ചുവടുകൾ വെക്കുക മാർത്ത. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നൊക്കെ ഈശോ മറിയത്തെ പറ്റി വീട്ടിലിരുന്നവളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാർത്ത വെക്കുന്ന ചുവടുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവളാ മാർത്ത. നീ ചോദിക്കുന്നത് എന്ത് ഉറപ്പുണ്ടോ? ഇന്ന് ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ചോദിക്കുന്നത് എന്തും കർത്താവ് തരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, സോ your son will, your brother will rise up. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, വിശ്വാസിയ മാർത്ത, ദിവസവും പള്ളി പോകുന്നവളാ മാർത്ത, വിശ്വാസ പ്രമാണം ചൊല്ലുന്നവളാ മാർത്ത. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ദൈവം ഒരു അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹത്തെ ചെറുതായിട്ട് കാണല് മക്കളെ. നിന്റെ ബുദ്ധിയും നിന്റെ യുക്തിയും നിന്റെ പഠനവും ഒക്കെ ആയിട്ടിരുന്നാൽ നിനക്ക് കൃപ കിട്ടാതെ പോകും. കർത്താവ് പറഞ്ഞു, അവൻ ഉയർപ്പിക്കുക കർത്താവ് എന്ന് തന്നെ പറയാഞ്ഞത്. എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെ ഹദ്ദിമാര് പഠിപ്പിച്ചിട്ടുണ്ട്. അവന് അവസാന ദിവസം കാഹളധ്വനി മുഴങ്ങുമ്പോൾ ഉയർക്കുമെന്ന്. എൻ്റെ പൊന്നു മകള്, ഗോഡ് ഈസ് റൈറ്റ് നൗ ആൻഡ് ഹിയർ. God is here and right now. It is going to happen in your life. വിശ്വസിക്കണം മക്കളെ. വിശ്വസിക്കുന്നവനെ ഭാഗ്യവതി, വിശ്വസിച്ചവൾ ഭാഗ്യവതി. മാതാവിനെ പറ്റി പറഞ്ഞതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിന്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽക്കും. മക്കളെ, ഏത് തകാശി ഇവിടുത്തെ വിഷയം ലാസർ മരിച്ചു എന്നുള്ള നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, there's a solution for this problem. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചു. ഒരക്ഷത്തിൽ ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, മാർത്ത, ഞാനാ പുനരുത്ഥാനം. ബ്ലെസ്സിങ് അത് കർത്താവാ മക്കളെ. നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം കർത്താവ്. നിന്റെ ജോലിയല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളല്ല, നിന്റെ സമ്പത്തല്ല, നിന്റെ ആരോഗ്യമല്ല, നിന്റെ കർത്താവാ. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. തീർന്നില്ലേ? തീർന്നില്ലേ? ഞാനാ ഉയർപ്പ്, ഞാനാ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സത്യമാ മക്കളെ, സത്യമാ. ചിലരൊക്കെ മരിച്ചെന്ന് നമുക്ക് ചിലപ്പം തോന്നും. ചിലരൊക്കെ മരിച്ചെന്ന് ആ മരണത്തിനെ കുറിച്ച് ദിവസങ്ങളിൽ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ മരണത്തിന് 7 ആഘോഷിക്കുന്നത്. ദുഃഖിക്കാനുള്ള ദിവസങ്ങളാണ് 7, അല്ലേ 11, 30, 41 ഒക്കെ. 41 ദുഃഖിക്കാനുള്ള ദിവസമില്ല, 7 ദിവസങ്ങളാണ് ദുഃഖിക്കാനുള്ളത്. 41-ാം ദിവസം ആഘോഷിക്കാനുള്ളതാണ്. സ്വർഗത്തിലിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഓർക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവരിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഒരു പെരുന്നാൾ നടത്തുന്നത് 41, 9, 7, 9, 11 ഒക്കെ. അത് ഓർമ്മയാണ്. അത് കരച്ചിൽ നിർത്തുന്ന ദിവസമാണ്. 7 ദിവസം കഴിയുമ്പോൾ ഉറപ്പാ സ്വർഗത്തിൽ അന്വേഷിക്കണേ. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് ചില സമയത്ത് അവർ വന്നു നിന്ന് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? മരിച്ചവന്റെ ഉയർപ്പിൽ നീ വിശ്വസിക്കുന്നുവോ? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും മരിക്കുകയില്ല എന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ. യെസ് ലോർഡ്, യെസ് ലോർഡ്. അതേ മക്കൾ, അത്രയേ ഉള്ളൂ. ജീവിതത്തിന് ഏത് പ്രതിസന്ധിക്കും, ഏത് സങ്കടത്തിനും, ഏത് വേദനയ്ക്കുമുള്ള പ്രാർത്ഥനയാണ് യെസ് ലോർഡ്. ഫിയാത്ത്. ഇതാ കർത്താവിന്റെ ദാസി, നീ വിജയിക്കാൻ തുടങ്ങും. നിനക്കിനി നിന്റെ ചങ്കിൽ നിന്ന് നിന്റെ നൊമ്പരങ്ങൾ നീങ്ങിപ്പോയി തുടങ്ങും. യെസ് ലോർഡ്, ഐ ബിലീവ്.
നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഉത്ഥാനം ചെയ്യാനായിട്ടുള്ള രഹസ്യമന്ത്രം. ഈ ജീവിതത്തിൽ ബലത്തോടെ ജീവിക്കാനായിട്ടുള്ള രഹസ്യമന്ത്രം അത് ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ അവരും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ദൈവമക്കളും എഴുന്നേറ്റ് ജീവിതത്തിൽ ഏത് മരണത്തിലോ ഏത് പ്രതിസന്ധിയിലോ ഏത് ദുഃഖത്തിലോ ആകുലതയിലാണെങ്കിൽ if you believe you will see the കഥ പിന്നീട് പറയുന്നതാണ്. വിശ്വസിച്ചാൽ 40-ാം വാക്യം അതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. ഇരു കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഈശോ എന്ന് ഏറ്റു പറഞ്ഞ് കർത്താവിൽ നിന്ന് വിശ്വസിച്ച് ഏത് ദുഃഖമാണെങ്കിലും ഏത് വേദനയാണെങ്കിലും യേശുവേ 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 യേശുവേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിറങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിരേ. കൂപ്പുകൈക്കൊരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. നിന്റെ പൊന്നുമക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ജീവിക്കാൻ, ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ജീവിക്കാൻ, ഒരു ലക്ക് പാപം പോലും ചെയ്യാതെ ജീവിക്കാൻ നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും ഈശോയെ നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റട്ടെ. സ്വർഗത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ, സ്വർഗത്തിന് ചേർന്നത് മാത്രം ചെയ്യാൻ. സർവശക്തനായ ദൈവമേ, ദൈവമേ ദൈവമേ നിന്റെ മക്കളോട്, ദൈവമേ ഈ മക്കളോട് കരുണയാകണമേ. ഈ നൊവേന ഇപ്പൊ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളോട് നന്ദി ചൊല്ലി വാഴ്ത്തിടും നിരേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനസ്സിന്റെ ഭാരങ്ങളും ആകുലതകളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ലോകമെമ്പാടും ഇരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് വലിയ ക്ലേശങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കള്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. COVID-19 ബാധിച്ചിരിക്കുന്ന മക്കള്, പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കള്, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർജറികൾക്ക് വിധേയരാകുന്നവർ, വിധേയരായവര്, ICUലും വെന്റിലേറ്ററും ഒക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതശക്തി എല്ലാവരിലേക്ക്, എല്ലാ രോഗികളിലേക്ക് പ്രസരിക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, ഈ ഈശോയുടെ തിരുരക്തം ഈ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തെ വലിയ തകർച്ചകൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവര്, കടക്കണികൾ, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, വീട് വിട്ടുപോയവര്, ജയിലുകളിൽ കഴിയുന്നവര്, ജാമ്യം ലഭിക്കാതെ നിൽക്കുന്നവര്, ജീവിതത്തിൽ ഒരുപാട് തകർന്നു പോയവര്, തളർന്നു പോയവര്, സാമ്പത്തിക ബാധ്യതകളിലേക്ക് കടന്നു പോകുന്നവര്, ബിസിനസ്സുകളൊക്കെ തകർന്നു പോയവര്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയവര്, വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് ദുരന്തങ്ങളിൽ പെട്ട് കിടക്കുന്നവര്, എല്ലാം നഷ്ടപ്പെട്ടു പോയവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, വിദേശത്തായിട്ട് ജോലിയിലാൻ നിൽക്കുന്നവര്, പ്രതിസന്ധികളിൽ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, വിശുദ്ധരായ തീക്ഷ്ണതയുള്ള ധാരാളം വൈദിക
വൈദികരെ സന്യസ്തരെ തരണേ. വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ. തീക്ഷ്ണതയുള്ള ധാരാളം അൽമായ പ്രേക്ഷകരെ തരണേ. കർത്താവിന്റെ ആൾത്താരയിൽ എഴുതി സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ, ഇമെയിലിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ വന്നിട്ടുള്ള നിയോഗങ്ങൾ, പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലും വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലും ഇന്നുവരെ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ, യൂട്യൂബിലൂടെ ഇമെയിലിലൂടെ ഒക്കെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച യേശുവേ, 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 പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോട് കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് മനസ്സിന്റെ ഭാരങ്ങളും ആകുലതകളും ഒക്കെ സമർപ്പിച്ച് നീ വിശ്വസിക്കുന്നുവോ? നിനക്ക് വേണ്ടി ഇത് ഞാൻ ചെയ്തു തരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഏത് നിയോഗമായിട്ട് വിശ്വസം സമർപ്പിച്ച മക്കളെ, ഈ നവംബർ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുതിയ അനുഗ്രഹം. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിന്റെ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കണ്ട് പേരുകൾ പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, കുടുംബത്തിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി യേശുവേ, പ്രിയപ്പെട്ടവരെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, ബന്ധുമിത്രാദികൾ, രോഗികളായിരിക്കുന്നവര്, വേദനിക്കുന്നവര്, വിഷമിക്കുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര്, നിങ്ങൾക്ക് അറിയാവുന്നവര്, ഒരുപാട് സങ്കടത്തിലായിരിക്കുന്നവര്, ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്നവര്, യേശുവേ, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചു. ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവീസനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനഃശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മാ ശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.
ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങയെ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ വലതുകരത്തിൽ ഉയർത്തിപ്പിടിക്കാം. നിയോഗങ്ങൾ എഴുതിയത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും വലതുകരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കളെ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗ്ഗസേനയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, ഉത്തരീയങ്ങൾ, കാശുരൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വെക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടകന്നു പോകട്ടെ. ഈ ജലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കളിക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ ആക്രമണങ്ങൾ ദൂരെ അകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. മരുന്നിനെ, ഭക്ഷണ സാധനങ്ങൾ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ, വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. സമൃദ്ധമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീടുപണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പെനകൾ, തിരികൾ, ഹോൾ ടിക്കറ്റ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ ഭവനങ്ങളെ ആശീർവദിക്കുന്നു. വരുമാന മാർഗങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ വസ്തുവകകളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്ഭുത സുപ്രസിദ്ധന വിശുദ്ധനെ പാതുവായിലെ അന്തോനീസേ, പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലാനുഗ്രഹങ്ങളെ മണ്ണിലെന്നും പൊഴിക്കണേ. ജീവിത വ്യഥകളാലേ ഈശോ അത്ഭുത അഭിഷേകം കൊടുക്കണേ കർത്താവേ. നിന്റെ ഈ മക്കളുടെ ജീവിതങ്ങളിൽ ഈ സമയത്ത് ഒരു അത്ഭുതം നടക്കണമേ. ഒരു അത്ഭുത വിടുതൽ കൊടുക്കണമേ. ഈ വിശുദ്ധ വസ്തുക്കൾ വഴി അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. ഏതാനും മക്കളുടെ സാക്ഷ്യങ്ങൾ അയച്ചു തന്നിരിക്കുന്ന സാക്ഷ്യങ്ങൾ വായിക്കട്ടെ. എൻ്റെ പേര് ബിസ്മി. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഈ സാക്ഷ്യം അയക്കുന്നത്. അന്തോണീസ് പുണ്യാളച്ചൻ്റെ ഒത്തിരി നന്ദി. ഞാൻ ഒരു നേഴ്സാണ്. സൗദിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഹസ്ബൻഡ് അബുദാബിയിലാണ്. അവിടേക്ക് പോകാനായി ഇങ്ങോട്ടേക്കുള്ള എക്സാം ഞാൻ സൗദിയിൽ വെച്ച് പാസ്സായി. ഇനി റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു.
അബുദാബിക്ക് വരാനായി ഏപ്രിൽ 27-ന് വിസയും ടിക്കറ്റും കിട്ടി. പക്ഷേ കോവിഡ് കാരണം നാട്ടിൽ കൂടുതലായിരുന്നാൽ യു എയിലേക്ക് വരാൻ പറ്റിയില്ല. ഇന്ത്യക്കാർക്ക് വിലക്കതായിരുന്നു. എൻ്റെ ട്രാവൽ ക്യാൻസലായി. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമായി കഴിഞ്ഞ സെപ്റ്റംബർ മാസം 11-ാം തീയതി ഞാനിവിടെ അബുദാബിയിൽ എത്തി. ഹല്ലേലൂയ. ഒക്ടോബർ 19-ാം തീയതി ചൊവ്വാഴ്ച എനിക്കിവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ നല്ല സാലറിയിൽ നല്ലൊരു ജോലി പുണ്യാളച്ചന്റെ മധ്യസ്ഥം വഴിയായിട്ട് എനിക്ക് ലഭിച്ചു. കൈയടിച്ചു കർത്താവിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തോണിസ് പുണ്യാളച്ചന് 1000 നന്ദി. ബിസ്മി സുനിൽ അബുദാബിയിൽ നിന്ന് എഴുതിയ, സൗദിയിൽ നിന്ന് എഴുതിയ സാക്ഷ്യമാണ് വായിച്ചു കേട്ടത്. ഇനി അനീഷ് മാത്യു ദുബൈയിൽ നിന്ന് എഴുതുന്നു. I am Anish and now I am working in Dubai. I lost my job in Dubai on last June 2021 and then I was looking for a job and looking forward with a strong prayer. No matter what you look at, nothing works. എന്ത് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല. The job does not get. I am unless asked to come to even though ഞാൻ ആ ജോലിക്ക് വേണ്ടി വിളിക്കപ്പെട്ടെങ്കിലും എനിക്ക് ആ ജോലിക്ക് കിട്ടുന്ന അവസ്ഥയില്ല. ബട്ട് ഐ വാസ് ഷുവർ ദാറ്റ് മൈ ലോർഡ് വുഡ് നോട്ട് ഫോർസേക്ക് മീ. എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വിത്ത് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ മൈ ലോർഡ് ഐ വെന്റ് അഹെഡ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഓക്കെ, ഉപവാസം എടുത്ത് കിട്ടും, കർത്താവ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിരിക്കും. With fasting and prayer, my Lord, I am fully convinced that He will not forsake me. Then I prayed for 9 weeks in a row with Holy Mass, Saint Anthony's Novena and worship and adoration. ആരാധനയിൽ 9 ആഴ്ച തുടർച്ചയായിട്ട് അങ്ങോട്ട് പങ്കെടുത്ത് യൂട്യൂബിലൂടെ. At the same time I prayed 13 novena per day. ദിവസവും 13 നൊവേന വെച്ച് കാഴ്ചവെച്ചു. 13 consecutive days. I vowed to testify if I get a job. Surprisingly, അത്ഭുതപ്പെടുത്തുവോളം ഇത് ഫോളോയിങ് വെനസ്ഡേ ചൊവ്വാഴ്ച തീർന്നു 27/10/21. ആഫ്റ്റർ ദ 9th Tuesday 9 ചൊവ്വാഴ്ച പൂർത്തിയാക്കിയതിൻ്റെ പിറ്റേ ദിവസം ബുധനാഴ്ച I was called for an interview and got the job and immediately received a job letter. Also they told me to join the company the very next day. വ്യാഴാഴ്ച ചൊവ്വാഴ്ച 9 ആഴ്ചത്തെ നൊവേന കഴിഞ്ഞു. 10ാം ബുധനാഴ്ച ജോലിക്ക് വിളിക്കുന്നു. വ്യാഴാഴ്ച ജോലിക്ക് ചേരുന്നു. കൈയടിച്ച് കർത്താവിന് മാത്രം. ഹല്ലേലൂയ. താങ്ക്സ് ഫോർ മൈ ഗുഡ് ജോബ്, giving me a good job with a good salary package, and also thanks to Saint Anthony, my mother Mary, who prayed for me in front of Jesus and brought me this job. 1,000 thanks. With regards, Anish Matthew from Dubai. Hallelujah. Hallelujah. Okay, മക്കളെ, അനേകം മക്കളെ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അത്ഭുതകരമായ അഭിഷേകങ്ങൾ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, വലിയ ആഴമേറിയ പ്രാർത്ഥനാനുഭവങ്ങളിലേക്ക് മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ദൈവവൈതലേ, നിന്നെ ദൈവം വിളിക്കുന്ന അത്ഭുതം വാങ്ങിക്കാനല്ല, പ്രാർത്ഥനയുടെ ആഴങ്ങൾ നീ കാണണം. You should taste that sweetness of prayer, the sweetness of the blessing of the Lord. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കർത്താവ് നിന്നെ വിളിക്കുകയാ. നമുക്ക് എഴുന്നേറ്റിരിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏത് നിയോഗമാണെങ്കിലും ശരി, ആ നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും
അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ മക്കൾ ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വന്ന നിമിഷങ്ങൾ എല്ലാം മറന്നിരുക്കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവമക്കളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, എന്തോരം നീ വിശ്വസിക്കുന്നു, എന്തോരം നീ പ്രാർത്ഥിക്കുന്നു, ശബ്ദമുട്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതത്തിൽ അഭിഷേകം നിറയപ്പെടാൻ പോകുന്നു. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച മക്കളെ, രോഗപീഠിലെ ശരീരഭാഗത്ത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൂരദേശങ്ങള് വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലവിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, വീട് വിട്ടു പോയവർ, ജയിലുകളിൽ കഴിയുന്നവർ, ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വലിയ പ്രതിസന്ധികളിലായിരിക്കുന്നവർ, തടസ്സങ്ങളിലായിരിക്കുന്നവർ, കടക്കണികളിലായിരിക്കുന്നവർ, വലിയ ദുഃഖങ്ങളിൽ അടിപ്പെട്ട് കഴിയുന്നവർ, കടുത്ത നിരാശ, ദുഃഖം, ഭയം, ആകുലതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവർ, പലതരത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈശ്വരത്തിന്റെ രക്തം കൊണ്ട് കഴിയും കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കൃപ ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മകളെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാം മറന്ന് സ്തുതിക്കുന്നവർ അഭിഷേകം പ്രാപിക്കും. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ അഭിഷേകം പ്രാപിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം പ്രാപിക്കും. സർജറികൾ പറഞ്ഞിട്ടുള്ള മക്കൾക്ക് സൗഖ്യം കിട്ടുകയാണ്. ട്യൂമറുകൾ ഉള്ളവര് പല സർജറികൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ. ദൈവമൊക്കെ ലിവറിന്റെ സർജറിയുള്ള ഒരു കുടുംബനാഥന്, ആദ്യം പ്രായമില്ല 40-45 വയസ്സുള്ളൊരു മകന് ഇപ്പോൾ അത്ഭുതകരമായ സർജറി കൂടാതെ സൗഖ്യം പ്രാപിക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സർജറികൾ ആവശ്യമായിട്ടുള്ള 33 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ബ്രെയിൻ ട്യൂമർ മൂലം ക്ലേശിക്കുന്നവര്, റേഡിയേഷനൊക്കെ വിധേയരാകുന്നവര്, സർജറികൾ പറഞ്ഞിട്ടുള്ളവര്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള, ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള ഏതാണ്ട് 70-ലധികം മക്കൾക്ക് തലവേദന, മൈഗ്രെയിൻ, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ 70ഓളം പേര് സുഖപ്പെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന മക്കളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 44 പേര് സൗഖ്യം പ്രാപിക്കുന്നതായിട്ട്, ഡയാലിസിന് വിധേയരാകുന്ന 6 പേര് ഈശോ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
ശബരാന തകബര ഇരായിര. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിജോയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അരുണിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മോളിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മനോജിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുര്യനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിറിലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ജനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബേബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പോളിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അന്നയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചൊവ്വാനയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ധന്യയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജിത്തുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹീര ട്രീസായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവീണിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷബരാന തകബാര ഇര 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 കുരുവിളയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജാൻസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മേരിയെ കർത്താവ് മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇര 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 തൊണ്ട സംബന്ധമായിട്ട് രോഗങ്ങള്, തൊണ്ടയിൽ ഗ്രോത്ത് ഉള്ളവര്, തൈറോയ്ഡ് മുഴകളുള്ളവര് ഈശോ കർത്താവ് 17 പേർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മരണകരമായ അവസ്ഥകളിൽ കഴിയുന്ന ഏതാനും പേര് മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരാണ്. അവർ പലരും ഈശോ കർത്താവ് 9 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 36 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കള് 30-40 വയസ്സൊക്കെ ആയിട്ടും കല്യാണം നടക്കാത്ത അവസ്ഥകളിൽ അടുത്ത നിരാശയിലേക്കൊക്കെ പോയിരിക്കുന്നവര്, ഇനി കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കഴിയുന്ന മക്കള് ഈശോ ഈ സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. ഏതാണ്ട് 38-ലധികം മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിസ തടസ്സങ്ങൾ, വിദേശയാത്രാ തടസ്സങ്ങൾ, വിദേശ ജോലി തടസ്സങ്ങൾ 170-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിദേശത്തും സ്വദേശത്തും ജോലി തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഏതാണ്ട് 260-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. അപകടങ്ങളിൽ പെട്ട് കിടക്കുന്നവര് 7 പേർക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, പുറം വേദനകള്, കഴുത്തിലെ ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള ഏതാണ്ട് 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങള്, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, സംസാരിക്കാൻ വിക്കുണ്ടാകുന്ന അവസ്ഥകളിലുള്ളവര് ഈശോ കർത്താവ് ഏതാണ്ട് 20-ലധികം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കൊച്ചു കുഞ്ഞുങ്ങള് ജന്മനാ രോഗപീഠകളുള്ള 16 രോഗപീഠകളോ വൈകല്യങ്ങളോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. 16 പേർക്ക് സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നീ സർജറി പറഞ്ഞിരിക്കുന്ന 3 പേർക്ക് സർജറി കൂടാതെ സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആത്മഹത്യാ പ്രവണതകളുള്ള മക്കളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. എന്നാൽ 23-ലധികം കടുത്ത നിരാശ വരുന്നവര്, സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നവരാണ് അവർ പലരും. 23 പേർക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയ സങ്കടത്തിലിരിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 44-ലധികം മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തി തരുന്നു. സ്ത്രീ സംബന്ധമായിട്ട് പലതരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന 66-ലധികം മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ഡൈവേഴ്സിന് വക്കിലെത്തേൽക്കുന്നവര്, മക്കള് കലഹിച്ചു കഴിയുന്ന അവസ്ഥകള്, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങള് തകർന്ന അവസ്ഥകള് ഈശോ കർത്താവ് ഏതാണ്ട് 140-ലധികം കുടുംബങ്ങൾക്ക് ഒരു പുതിയ സമാധാനത്തിന്റെ അഭിഷേകവും ക്ഷമിക്കാനുള്ള കൃപയും കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ മരണത്തിൽ അല്ലെ മാതാപിതാക്കളെയോ മരണത്തില് കടുത്ത നിരാശയിലേക്ക് പോയ മക്കള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 7 പേർക്ക് ആ കടുത്ത ഭാരം, ആ കടുത്ത നിരാശ, ആ കടുത്ത ദുഃഖം, ദൈവത്തോടുള്ള ദേഷ്യം ഒക്കെ നീങ്ങിപ്പോകുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് സന്ദേശം തരുന്നു. ജോലി സ്ഥലത്ത് ജോലി കിട്ടി, പക്ഷെ താമസ സൗകര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല,
വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും മക്കളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുകയാണ്. 20ഓളം കുടുംബങ്ങൾ അവർ സെറ്റിൽ ആവുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അതുപോലെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കള്, അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതാണ്ട് 70ലധികം മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ അവരിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് അവര്. ഒരു വലിയ അപകടത്തിൽ നിന്ന് അടുത്ത ചൊവ്വാഴ്ച സാക്ഷ്യം എഴുതി അയക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അഭിഷേകം, ഒരു അനുഗ്രഹം, ഒരു രക്ഷ, ഒരു വിടുതൽ അവർക്ക് കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠം മൂലം ക്ലേശിക്കുന്ന 47ഓളം മക്കൾക്ക്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങള് ക്യാൻസർ രോഗപീഠ ബ്ലഡ് ക്യാൻസർ ആണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതൊരു കുഞ്ഞിനെ ഈശോ പ്രത്യേകമായിട്ട് കാണിച്ചു തരുന്നു. ഒരു 3 വയസ്സിന് താഴെ പ്രായം കൈക്കുഞ്ഞാണ് കൊച്ചു കുഞ്ഞിനെ കാണിക്കുന്നത്. ആ കുഞ്ഞിലുള്ള ലുക്കേമിയ എന്ന രോഗപീഠ വിട്ടുപോകുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുപോലെ ക്യാൻസർ രോഗികളായിട്ടുള്ള ഏതാണ്ട് 40-50ഓളം പേര് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പലരും ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്, ഈ ദിവസങ്ങളിൽ കീമിയോ റേഡിയേഷൻ എടുക്കുന്നവരാണ്. ശരീരത്തിൽ നിന്ന് ആ രോഗപീഠ മാറിപ്പോകുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും ഇത് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ആദ്യ ചൊവ്വാഴ്ചക്ക് ഒരു പ്രത്യേക അഭിഷേകമുണ്ടല്ലോ, ഒരു പ്രത്യേക അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുക. ഈ ആദ്യ ചൊവ്വാഴ്ച നിനക്ക് വേണ്ടിയുള്ള ചൊവ്വാഴ്ചയാണ്. കർത്താവ് ഒരു കൃപ തരുന്നു, കർത്താവ് ഒരു അനുഗ്രഹം തരുന്നു. ഇരുകരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാം പറഞ്ഞ് മക്കളൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരൻ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിതർ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, കോവിഡ് രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, പകർച്ചവ്യാധികൾ നീങ്ങിപ്പോകട്ടെ, പ്രതിക്ഷോഭങ്ങൾ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും മക്കളെ. ഒരു അത്ഭുത കൃപ ദൈവമക്കൾക്ക് ലഭിക്കും. അനേക കുടുംബങ്ങളിൽ വലിയ പ്രകാശം പരക്കുന്നു കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് ഒരു വലിയ സ്വർണ്ണ വെളിച്ചം, എ ഗോൾഡൻ ലൈറ്റ് കർത്താവ് റേഡിയേറ്റ് ചെയ്യുന്ന കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഈ നിമിഷങ്ങളിൽ ചിലർക്ക് അത് വീട്ടിൽ അനുഭവം കിട്ടും. അത് ഒരു സുവർണ പ്രകാശം വീട്ടിൽ ചിലർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ദൈവം ഇതാ വലിയൊരു അഭിഷേകം. ചില കുടുംബങ്ങൾ തളർന്നിരുന്നവര്, തകർന്നിരുന്നവര്, പരാജയപ്പെട്ടവര് ഈ നവംബർ 2 കർത്താവിന് വലിയ അഭിഷേകം അയക്കുക. ഒട്ടും നടക്കാൻ പറ്റാതിരുന്ന 2-3 പേർക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. വലതുകാലം പലതവണ ഒടിഞ്ഞ ഒരു യുവാവിന് കർത്താവ് വലതുകാൽ സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ഇതാ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഏതാനും മക്കള്, ഒരുപാട് സങ്കടപ്പെട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന മക്കള്, കണ്ണീരോട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 18ഓളം മക്കൾക്ക് ആ കണ്ണീര് ഒരു അഭിഷേക തൈലമായിട്ട് മാറുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിക്കുക, അങ്ങയുടെ തിരുവിലാവിലേക്ക് സമർപ്പിക്കുക. ഈശോ, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, 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 നിന്റെ തിരുമുറിവിനാൽ മക്കളെ സുഖപ്പെടുത്തണേ, നിന്റെ തിരിച്ചോരയാൽ മക്കളെ സുഖപ്പെടുത്തണമേ. ഈശോ, ഈ കുടുംബത്തിലേക്ക് ഇപ്പൊ കടന്നു ചെല്ലണേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, യോസേപ്പിതാവേ വിശുദ്ധകരങ്ങളിലേക്ക്, അന്തോണീസ് മണിയാള അത്ഭുതകരങ്ങളിലേക്ക്, ഞങ്ങളിൽ നിന്ന് മരിച്ചകന്നു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഇരുന്നിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, ഇന്നലെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ച സകല വിശുദ്ധരെ ഈശോ കണ്ണീര് തുടക്കണേ, രോഗങ്ങൾ നീക്കിക്കളയണേ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ. ഈശോ തിരിക്കരം നീട്ടി, തിരിക്കരം നീട്ടി. ഈശോ ലാസറിന്റെ വീട്ടിൽ വന്ന പോലെ എന്റെ വീട്ടിൽ വരണേ, ലാസറിന്റെ വീട്ടിൽ വന്ന പോലെ എന്റെ വീട്ടിൽ വരണേ. 4 ദിവസമായ അടച്ച ശവകുടീരത്തെ തുറന്നതുപോലെ
എന്റെ ശവകുടീരങ്ങൾ തുറക്കണേ. മരിച്ചുപോയ അവസ്ഥകളിലേക്ക്, മരണതുല്യമായ അവസ്ഥകളിലേക്ക് ഈശോ ഈശോ പരിശുദ്ധ ഈശോയെ, നിന്റെ പൊന്നുമക്കളോട് കരുണയാളണേ. ഈ കണ്ണീരിന് നീ ഉത്തരം തരണേ കർത്താവേ. ഈ നിലവിളിക്ക് നീ ഉത്തരം തരണേ കർത്താവേ. ഈ വിശ്വാസത്തെ നീ അത്ഭുതമാക്കണേ കർത്താവേ. പരിശുദ്ധ ഈശോയെ, 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 വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കിപ്പോൾ ഒരുങ്ങാം. കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കുവാൻ അങ്ങ് ഇടവരുത്തുന്നുവല്ലോ. ഈ നിമിഷം ഈ ആശീർവാദത്തിന് വേണ്ടി ശിരസ് നമിക്കുന്ന, വിശ്വാസത്തോടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അയക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. തൃത്തടത്തിൻ നൊമ്പരം തൃപ്പാദത്തിൽ വച്ചിതാ, നിത്യവും നൊവേന ചൊല്ലിക്കാഴ്ചയേകുന്നു. തൃത്തടത്തിൻ നൊമ്പരം തൃപ്പാദത്തിൽ വച്ചിതാ, നിത്യവും നൊവേന ചൊല്ലിക്കാഴ്ചയേകുന്നു.